DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം മുതൽ ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിൽ സംസ്ഥാനം പുതിയ ചരിത്രം കുറിക്കുവാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 62 ലക്ഷത്തോളം പേർക്ക് വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇനി 1 കോടിയോളം പേരിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നുവെന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ. പുതിയ ആളുകളിലേക്ക് പെൻഷൻ എത്തുന്നതിനോടൊപ്പം തന്നെ നിലവിൽ മാസം 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും നിർണായകമായ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷിച്ച് അപ്രൂവലായവർക്ക് ഫെബ്രുവരി മാസം മുതൽ ആദ്യമായി 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. നിലവിൽ 17 ലക്ഷത്തിലധികം പേർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ വെച്ചിട്ടുണ്ട്. നിലവിൽ അപേക്ഷിക്കുന്നതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ ഇനിയും അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷകൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഭരണസമിതികൾ കൂടി അംഗീകരിച്ചാലാണ് പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ സാധിക്കുക. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതിയോടൊപ്പം പ്രഖ്യാപിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ 1000 രൂപ ജനുവരിയിൽ തുടങ്ങിയിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ ജനുവരിയിൽ വരാതിരുന്നത്. പദ്ധതിയിൽ അപേക്ഷിച്ച് അപ്രൂവലായ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ എത്തും. തീയതി സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏകദേശം 30 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ക്രമീകരണം. 35നും 60നും ഇടയിലുള്ള BPL വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കും ട്രാൻസ് വുമണിനും ഈ ആനുകൂല്യം ലഭിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. APL BPL വ്യത്യാസമില്ലാതെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 1 ലക്ഷമായിരുന്ന വരുമാന പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയതിനാൽ നിരവധി പേർക്ക് ഇനിയും പദ്ധതിയിൽ അപേക്ഷിച്ച് ആനുകൂല്യം വാങ്ങാം. ജനുവരി മുതൽ 1000 രൂപ വീതം കണക്ട് ടു സ്കോളർഷിപ്പ് ആനുകൂല്യം വിതരണം ചെയ്തിരുന്നു. ഫെബ്രുവരി മാസത്തെ 1000 രൂപയും അധികം വൈകാതെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. 12 മാസമാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ആദ്യത്തെ 5 ലക്ഷം പേർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനായി 400 കോടി ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. 18നും 30നും ഇടയിൽ പ്രായമുള്ള, തൊഴിൽ നൈപുണ്യ പരിശീലനം നേടുന്നവരോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ യുവതീ യുവാക്കൾക്കാണ് കണക്ട് ടു സ്കോളർഷിപ്പ് ലഭിക്കുക. അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. ഫെബ്രുവരി മാസത്തിലും മുടങ്ങാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായ 2000 രൂപ എത്തുന്നതാണ്. ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ മുൻവർഷങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ നൽകാതിരുന്ന 3 ലക്ഷത്തോളം പേർക്ക് അത് നൽകുന്നതിനുള്ള സമയം ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. അതിനാൽ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകാത്തവർക്കും 2026 ജൂൺ വരെ തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വർഷത്തിൽ മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോഴും പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20 വരെയുള്ള തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഫെബ്രുവരി 21 ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാവുക. എന്തായാലും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയിലൂടെ ഏകദേശം 1 കോടിയോളം പേരിലേക്ക്, അതായത് ജനസംഖ്യയുടെ 30% ആളുകളിലേക്ക് എത്തിച്ചേരുന്ന വിവിധ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും DCB മീഡിയ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.